എല്ലാവർക്കും മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ ആദ്യ യൂണിറ്റ് എന്ന് പറയുന്നത് ഹ്യൂസ് ആൻഡ് വ്യൂസ്. ആദ്യ യൂണിറ്റിൽ 2 പ്രോസും 2 പോയവുമാണുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓതർ എന്ന് പറയുന്നത് ചാൾസ് ഡി കോസ്റ്റർ ആണ്. ദ മിസ്റ്റീരിയസ് പിക്ചറിൻ്റെ ഓതർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത്, ഈ ഒരു പാഠഭാഗത്തിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ടിൽ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് ഇതിലെ കേന്ദ്ര കഥ. അപ്പോൾ നമുക്ക് പാഠം തുടങ്ങാം. Till in the course of his wanderings from court to court rode to the palace of the Archduke of Battenberg on his donkey. ഇപ്പൊ ടിൽ എന്ന് പറയുന്ന കഥാപാത്രം കൊട്ടാരങ്ങൾ തോറും അലഞ്ഞു തിരിഞ്ഞ് അല്ലെങ്കിൽ കയറി ഇറങ്ങി നടക്കുന്നതിനിടയിൽ ബാറ്റൻബർഗിലെ രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. എങ്ങനെ? അദ്ദേഹത്തിന്റെ കഴുതപ്പുറത്ത് ബാറ്റൻബർഗിലെ ബാറ്റൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. His clothes and appearance attracted everyone's attention. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ടിൽ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ വസ്ത്രധാരണ രീതി എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായിരുന്നു. His cap was set smartly on his head. അപ്പൊ അതിമനോഹരമായ തരത്തില് തൊപ്പി ധരിച്ചിരിക്കുന്നു. And the 3 bright feathers on it danced in the breeze as he rode. അപ്പൊ ആ കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്നതിനനുസരിച്ച് ആ തൊപ്പിയിലുള്ള 3 തൂവലുകൾ ഇളം കാറ്റിൽ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. ഇളം കാറ്റടിച്ച സമയത്ത് അനങ്ങുന്നുണ്ടായിരുന്നു, ചലിക്കുന്നുണ്ടായിരുന്നു. അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ്, അപ്പൊ ആ കൊട്ടാരത്തിന്റെ പ്രധാന പ്രവേശന കവാടത്തിലെത്തിയപ്പോൾ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗോഡ്സ് കോൾഡ് ഔട്ട് ടു ഹിം. ഗാഡ്സുമാരുടെ ക്യാപ്റ്റൻ അദ്ദേഹത്തെ വിളിച്ചു. എന്താണ്? ഹേയ് ദെയർ യു ഫെലോ ഓൺ ദ ഡോങ്കി. കഴുതപ്പുറത്ത് വരുന്ന കൂട്ടുകാരാ, സുഹൃത്തെ, വി ഡോണ്ട് അലൗ എനി ലോ ഫീഡ്സ് ഹിയർ. ഞങ്ങള് ഇവിടെ എങ്ങും നിങ്ങളെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനായിട്ട് അനുവദിക്കുകയില്ല. യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെൽറ്റൺസ്. നിങ്ങളും നിങ്ങളുടെ കഴുതയും ഏതുപോലെ ഒരു അസ്ഥികൂടം പോലെ കാണപ്പെടുന്നു, അസ്ഥി പഞ്ചരമായി കാണപ്പെടുന്നു. ഇനി ഗാർഡുമാരുടെ ക്യാപ്റ്റനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കാം. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് വാസ് എ ടോൾ വെൽ ബിൽറ്റ് റെഡ് ഹെയർഡ് മാൻ ഓഫ് അബൌട്ട് 25. അപ്പം ഗാർഡ്സുമാരുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് പൊക്കമുള്ളതും നല്ല ഉറച്ച ശരീരത്തോടു കൂടിയതും റെഡ് ഹെയർഡ് മാൻ എബൌട്ട് 25, ഏകദേശം 25 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആരെന്ന് പറയുന്നത്? നമ്മുടെ ഗാർഡുമാരുടെ ക്യാപ്റ്റൻ. ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ് ഇൻ ഹിസ് ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം. സ്വർണ്ണ നൂലിഴകൾ കൊണ്ടുള്ള വസ്ത്രം അദ്ദേഹം മനോഹരമായി ധരിച്ചിരുന്നു. Till looked at him coolly and then dismounted from his donkey. Till എന്ത് ചെയ്തു? അദ്ദേഹത്തെ തന്നെ വളരെ കൂളായി നോക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കഴുതപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങി. He bowed low and said, "May God bless you, sir, captain." എന്നിട്ട് തല കുമ്പിട്ട് പറഞ്ഞ എന്താണ്? ക്യാപ്റ്റൻ സർ, അങ്ങയെ ദൈവം അനുഗ്രഹിക്കട്ടെ, അങ്ങേക്ക് ദൈവ അനുഗ്രഹം ഉണ്ടാകട്ടെ. If I look like a skeleton, it is not my fault. ഞാനൊരു അസ്ഥികൂടമായി കാണപ്പെടുന്നു എങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല. ഐ ആം വെരി ഹംഗ്രി. എനിക്ക് വളരെയധികം വിശപ്പ് അനുഭവപ്പെടുന്നു. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ ആം ഫോഴ്സ്ഡ് ടു. ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ നിർബന്ധിതനാകുകയായിരുന്നു. ഇഫ് യു വിൽ ബി സോ ഗുഡ് ആസ് ടു ഗിവ് മീ എ പീസ് ഓഫ് ദ ഗോൾഡ് കോട്ട് ദാറ്റ് യു വെയർ ഓൺ യുവർ കോട്ട്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന ആ കോട്ടിൽ നിന്ന് കോട്ടിലെ നൂലിഴകളിൽ സ്വല്പം എനിക്ക് നൽകാനായി തയ്യാറാവുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. കാരണം ഐ വിൽ ഗോ ആൻഡ് ഹാങ് മൈസെൽഫ് ബൈ ദ ടീത്ത് ഓൺ ദ ലാർജ് ലെഗ് ഓഫ് മട്ടൺ ദാറ്റ് ഐ സീ ഹാങ്ങിങ് ഇൻ ദാറ്റ് ബുച്ചർ ഷോപ്പ്. എനിക്ക് പോയി അവിടെയുള്ള അറവുശാലയിൽ തൂക്കിയിട്ടിരിക്കുന്ന മട്ടന്റെ കാലിൽ കടിച്ച് തൂങ്ങാമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ എനിക്ക് എന്തെങ്കിലും നൽകുകയാണെങ്കിൽ എനിക്ക് അതുകൊണ്ട് എൻ്റെ വിശപ്പ് അകറ്റാമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് വിശപ്പ് അനുഭവപ്പെടുന്നു. ദ ക്യാപ്റ്റൻ വാസ് പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ് വിത്ത് അനദർ ഓഫീസർ. അപ്പം മറ്റൊരു ഓഫീസറുമായി ചേർന്ന്
ഗാർഡ്സ്മാരുടെ ക്യാപ്റ്റൻ ചെസ് കളിക്കുകയായിരുന്നു. ഹി ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ടിൽ. അദ്ദേഹം ആകാംക്ഷയോടുകൂടി എന്ത് ചെയ്തു? ടില്ലിനെ നോക്കി. എന്നിട്ടോ വേർ ഡു യു കം ഫ്രം ഹി ആസ്ക്ഡ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അദ്ദേഹം ടില്ലിന്റെ അടുത്ത് ചോദിച്ചു. ഫ്രം ഫ്ലാൻഡേഴ്സ് റിപ്ലൈഡ് ടിൽ. എവിടെ നിന്നാണ് വരുന്നത്? ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് ഞാൻ വരുന്നത്. വാട്ട് ഡു യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടുന്നത്? ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക് വൺ ഓഫ് മൈ പെയിന്റിങ്സ്. എന്റെ ചിത്രങ്ങളിൽ ഒന്ന് ഞാൻ ആരെ കാണിക്കാനായി ആഗ്രഹിക്കുന്നു? രാജാവിനെ കാണിക്കാനായി ആഗ്രഹിക്കുന്നു. ഐ ആം എ പെയിന്റർ. ഞാനൊരു പെയിന്റർ ആണ്. വെൽ, ഇഫ് യു ആർ എ പെയിന്റർ ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലോണ്ടേഴ്സ് യു മേ കം ഇൻ, സെഡ് ദ ക്യാപ്റ്റൻ സംവാട്ട് ഇംപ്രസ്ഡ്. അപ്പം ക്യാപ്റ്റനെ ഇംപ്രസ് ചെയ്തതുപോലെ ക്യാപ്റ്റൻ പറഞ്ഞ എന്താണ്? കൊള്ളാം, നിങ്ങൾ ഫ്ലാൻഡേഴ്സിൽ നിന്ന് വരുന്ന പെയിന്റർ ആണ് എങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് സ്വാഗതം. The captain knew that Flemish painters and their pictures were in great demand all over Europe. അപ്പൊ യൂറോപ്പിൽ മൊത്തത്തില് ഫ്ലെമിഷ് ചിത്രകാരന്മാർക്കും അവരുടെ ചിത്രങ്ങൾക്കും വളരെയധികം ഡിമാൻഡ് ഉണ്ട് എന്ന് ക്യാപ്റ്റന് അറിയാമായിരുന്നു. ടിൽ വാസ് പ്രസന്റഡ് ടു ദി ആർച്ച് ഡ്യൂക്ക്. ടില്ലിനെ ആർച്ച് ഡ്യൂക്കിന്റെ മുന്നിൽ ഹാജരാക്കി. ഹി സാല്യൂട്ടഡ് ദ ആർച്ച് ഡ്യൂക്ക് 3 times. 3 പ്രാവശ്യം അദ്ദേഹം എന്ത് ചെയ്തു? തല കുമ്പിട്ടുകൊണ്ട് എന്ത് ചെയ്തു? വണങ്ങി. ആൻഡ് സ്റ്റുഡ് ബിഫോർ ഹിം വിത്ത് ഹിസ് ഹെഡ് ബൗഡ്. തല കുമ്പിട്ടുകൊണ്ട് എന്ത് ചെയ്തു? രാജാവിനെ നമ്മുടെ ടില്ല് വണങ്ങി. മേ യുവർ ഹൈനസ് പാർഡൺ മീ ഫോർ മൈ റാഷ്നസ് ഇൻ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിന്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ്. എന്റെ ചിത്രങ്ങളിലൊന്ന് അങ്ങയെ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ ചിന്തിച്ചത് റാഷ്നസ് ആണെങ്കിൽ, അവിവേകമാണെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് മാപ്പ് നൽകണം. ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ ഓഫ് അവർ ലേഡി ദ വിർജിൻ ഇൻ ഹർ റോയൽ റോബ്സ്. ലേഡി വിർജിൻ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ റോയൽ റോബ്സ് അണിഞ്ഞു നിൽക്കുന്ന ചിത്രം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഐ ഹാവ് പെയിന്റഡ് ഇറ്റ് സ്പെഷ്യലി. ഞാനത് സ്പെഷ്യലായി വരച്ചതാണ്. സോ ദാറ്റ് ഐ മൈറ്റ് ലേ ഇറ്റ് അറ്റ് യുവർ നോബിൾ ഫീറ്റ്. അത് ഞാൻ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ടിൽ പോസ്റ്റ് എ ഫ്യൂ മൊമെന്റ്സ് ഫോർ ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ. എന്നിട്ട് എന്ത് ചെയ്തു? ടില്ല് കുറച്ച് സമയം നിശബ്ദമായി നിന്നു. Then he continued, you must forgive me, your highness, if I have dared to hope that this picture will please you. ഈ ചിത്രം അങ്ങയെ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ധൈര്യം ഞാൻ കാണിച്ച തെറ്റാണെങ്കിൽ ഓർക്കുക. Perhaps your highness might wish to offer me the chair of your court painter who died recently. ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ആ കോർട്ട് പെയിന്ററിന്റെ സ്ഥാനം അങ്ങ് എനിക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഐ ക്യാൻ സീ ദ എംപ്റ്റി വെൽവെറ്റ് ചെയർ വെയിറ്റിംഗ് ടു ബി ഫിൽഡ്. ആ ഒഴിഞ്ഞു കിടക്കുന്ന കസേര എനിക്ക് കാണാനായി കഴിയുന്നുണ്ട്. ദ വിർജിൻസ് പിക്ചർ വാസ് എ സ്പ്ലെൻഡിഡ് പെയിന്റിംഗ് ആൻഡ് ദ ആർച്ച് ഡ്യൂക്ക് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ്. അപ്പോൾ ആ ലേഡി വിർജിന്റെ ചിത്രം വളരെ മനോഹരമായ ഒന്നായിരുന്നു. ഹി എംബ്രൈസ്ഡ് ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചീക്സ്. അപ്പൊ നമ്മുടെ ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്തു? നമ്മുടെ ടില്ലിനെ എന്ത് ചെയ്തു? കിസ് ചെയ്യുക. 2 കവിൾത്തടത്തിലും എന്ത് ചെയ്തു? അയാൾ എംബ്രൈസ് ചെയ്തുകൊണ്ട് കിസ് ചെയ്തു. ഹി സെഡ്, ഐ ഷാൽ ബി ഡിലൈറ്റഡ് ടു മേക്ക് യു മൈ കോർട്ട് പെയിന്റർ. നിങ്ങളെ എൻ്റെ കോർട്ട് പെയിന്റർ ആക്കുന്നതിൽ എനിക്ക് ആഹ്ലാദമുണ്ട്. ഹി ഡിറക്റ്റഡ് ഹിം ടു ദ ചെയർ ആൻഡ് മെയ്ഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ്. അപ്പോൾ അദ്ദേഹം ആ കോർട്ട് പെയിന്ററിന്റെ കസേരയിലോട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഇരിക്കാനായി ആവശ്യപ്പെട്ടു. വെൽ മൈ ഡിയർ ഫെലോ, ഹി സെഡ്, യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ് ആൻഡ് യു സർട്ടൻലി സീം ടു നോ ഹൗ ടു യൂസ് ഇറ്റ്. യു ആർ എ വെരി ടോക്റ്റീവ് ഫെലോ, ആർന്റ് യു? അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ, സുഹൃത്തെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് നാക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാം. അതുമാത്രമല്ല, നിങ്ങൾ നല്ല സംസാരശേഷിയുള്ള, സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്ന്, അല്ലേ എന്ന് ആര് ചോദിച്ചു? നമ്മുടെ ആണെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ടില്ലിന്റെ അടുത്ത് ആർച്ച് ഡ്യൂക്ക് പറയുകയും ചെയ്തു. യുവർ ഹൈനസ് മേ ഇറ്റ് പ്ലീസ് യു ടു റിമെമ്പർ മീ ആൻഡ് മൈ ഡോങ്കി ജെഫ് ഫോർ ജസ്റ്റ് 1 more minute. ടിൽ റിപ്ലൈഡ്. ഇപ്പൊ ടില്ല് പറഞ്ഞ എന്താണ്? ഒരു നിമിഷം ഞാൻ എന്നെയും എൻ്റെ കഴുതയായ ജെഫിനെ കുറിച്ചും ഓർമ്മിക്കുന്നു. മൈ ഡോങ്കി ഹാസ് ബീൻ ഫീഡിംഗ് ഹിംസെൽഫ് fairly well all along the way on the thorns and the hedges,
ആൻഡ് ദ ഗ്രാസ് ഓൺ ദ റോഡ് സൈഡ്. അപ്പോൾ ഏത് വേലിയിൽ നിന്നുള്ള മുള്ളുകളും റോഡ് സൈഡിൽ നിന്നുള്ള പുല്ലുകളും എല്ലാം കഴിച്ച് ജെഫ് എന്ന് പറയുന്ന ഡോങ്കി അതിന്റെ വിശപ്പകറ്റി. ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days. എന്നാൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി. എൻ്റെ വയറ് വളരെ ഉച്ചത്തിൽ പരാതി പറയുന്നു. പെർഹാപ്സ് യുവർ ഹൈനസ് ക്യാൻ ഈവൻ ഹിയർ ഇറ്റ് നൗ. ഒരു പക്ഷേ അങ്ങേക്കും രാജാവിനും അത് കേൾക്കാനായി കഴിയുന്നുണ്ടായിരിക്കും. എനിക്ക് അത്രയ്ക്ക് വിശപ്പ് അനുഭവപ്പെടുന്നു. ഐ ഹാവ് ബീൻ ഫീഡിംഗ് മൈസെൽഫ് വിത്ത് ഡ്രീംസ് ഓഫ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അറ്റ് യുവർ റോയൽ ടേബിൾ. അങ്ങയുടെ വിരുന്നുമേശയിൽ നിന്ന് നല്ല രീതിയിലുള്ള ആഹാരം കഴിക്കുകയും കുടിക്കുകയും ചെയ്യാമെന്നുള്ള സ്വപ്നത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ദി ആർച്ച് ഡ്യൂക്ക് സ്മൈൽഡ് ആൻഡ് സെഡ്, വെൽ മൈ ഡിയർ ഫെലോ, യു വിൽ സർട്ടൻലി ഹാവ് സംതിങ് മോർ സോളിഡ് ദാൻ ഡ്രീംസ് ടു ഫീഡ് ഓൺ. അപ്പൊ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞ എന്താണ്? നീ സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ച രീതിയിലുള്ള ആഹാരം ഞാൻ നിനക്ക് നൽകും. ബട്ട് വേർ ഈസ് യുവർ ഡോങ്കി? എന്നാൽ നിന്റെ കഴുത എവിടെ? ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ് ഓപ്പോസിറ്റ് ദി പാലസ്. കൊട്ടാരത്തിന് എതിർവശത്തായിട്ട് ഞാൻ മേയുന്നതിന് വേണ്ടി വിട്ടു. ഐ ഷാൽ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഇഫ് ജെഫ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ. ജെഫിനെ കൂടി അങ്ങ് എന്ത് ചെയ്യാണ്? നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പരിചരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ അടുത്ത് നന്ദിയുള്ളവനായിരിക്കും. ഹി നീഡ്സ് എ ലിറ്റിൽ ഫുഡർ ആൻഡ് ലോഡ്ജിങ് അറ്റ് നൈറ്റ് ടിൽ. അപ്പോൾ അവന് കുറച്ച് ആഹാരവും രാത്രി കിടക്കുന്നതിന് ഒരു സ്ഥലവും മാത്രം മതി. ടില്ല് ആർച്ച് ഡ്യൂക്കിന്റെ അടുത്ത് പറഞ്ഞു. ദ ആർച്ച് ഡ്യൂക്ക് ഇമ്മീഡിയറ്റ്ലി ഓർഡേർഡ് ദ ഡോങ്കി ടു ബി ടേക്കൺ കെയർ ഓഫ് ആൻഡ് ഹി ആഡഡ്, ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. ഉടനെ ആർച്ച് ഡ്യൂക്ക് ഓർഡർ ചെയ്തു. എന്താണ്? അദ്ദേഹത്തിന്റെ എന്ത് ചെയ്യുക? ആ കഴുതകൾക്ക് കൊടുക്കുന്ന, അദ്ദേഹത്തിന്റെ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന അതേ പരിചരണം നൽകുക. അത് മാത്രമല്ല, എന്താണ്? ബിഫോർ ലോങ് സപ്പർ വാസ് സെർവ്ഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. അധികം വൈകാതെ അത്താഴം വിളമ്പി അതൊരു കല്യാണ സദ്യ പോലെയായിരുന്നു. അത്രയ്ക്ക് വിഭവസമൃദ്ധമായ ആഹാരം നൽകി. ദ ടേബിൾ വെയർ ലോഡഡ് വിത്ത് എവരി കൈൻഡ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. അപ്പം പല തരത്തിലുള്ള ആഹാര സാധനങ്ങൾ കൊണ്ട് അവിടുത്തെ ആ വിരുന്നുമേശ നിറഞ്ഞു. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ. വീഞ്ഞ് വെള്ളം പോലെ ഒഴുകി. ദ കോർട്ടിയേഴ്സ് സ്റ്റഫ്ഡ് themselves with the choicest dishes. അപ്പോൾ ഓരോരുത്തരും അവിടെയുള്ള രാജസന്നിധിയിലുള്ള മറ്റുള്ളവരും എല്ലാം എന്ത് ചെയ്തു? ആ വയറ് നിറയുന്നത് വരെ കഴിച്ചു. ദ ആർച്ച് ഡ്യൂക്ക് മെയ്ഡ് ടിൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് അണ്ടിൽ ഹിസ് സ്റ്റൊമക്ക് വാസ് അബൌട്ട് ടു ബേഴ്സ്റ്റ്. അപ്പം ആർച്ച് ഡ്യൂക്ക് ടില്ലിന് വയറ് നിറഞ്ഞ് പൊട്ടുന്നത് വരെ ആ കഴിക്കുന്നതിനും കുടിക്കുന്നതിനും വേണ്ടി നൽകി. ദ ആർച്ച് ഡ്യൂക്ക് ടു ഏറ്റ് ഹേർട്ട്ലി. ആർച്ച് ഡ്യൂക്കും ധാരാളം കഴിച്ചു. ഹിസ് ഫേസ് വാസ് ഫ്ലഷ്ഡ് വിത്ത് ഡ്രിങ്ക്. അദ്ദേഹത്തിന്റെ മുഖം, ആർച്ച് ഡ്യൂക്കിന്റെ മുഖം എന്ത് ചെയ്തു? ചുവന്നു തുടുത്തു. ഡ്രിങ്കിങ് കാരണം ചുവന്നു തുടുത്തു. ബട്ട് ഹി സീംഡ് ലോസ്റ്റ് ഇൻ തോട്ട്. പെട്ടെന്ന് അദ്ദേഹം എന്തോ ഒന്ന് ചിന്തിക്കുന്നത് പോലെ തോന്നി. ഹി സഡൻലി ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ് ലൗഡ്ലി. പെട്ടെന്ന് നമ്മുടെ ആർച്ച് ഡ്യൂക്ക് മുഖം ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അവർ കോർട്ട് പെയിന്റർ മസ്റ്റ് പെയിന്റ് അവർ പോർട്രൈറ്റ്. നമ്മുടെ കോർട്ട് പെയിന്റർ എന്റെ ചിത്രം വരയ്ക്കട്ടെ. സോ ദാറ്റ് വി വിൽ ഹാവ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ലീവിംഗ് അവർ മെമ്മറി ടു അവർ ഡിസെൻഡൻസ്. അങ്ങനെ എൻ്റെ പിൻഗാമികൾക്ക് എൻ്റെ ഓർമ്മ പകർന്ന് നൽകാൻ കഴിയുന്നു എന്നുള്ള ഒരു സംതൃപ്തി എനിക്ക് ഉണ്ടാകും. We too have to take our place in history along with our noble ancestors, whose portraits adorn these walls. ഈ ചുവരുകളെ അലങ്കരിക്കുന്ന എൻ്റെ പൂർവികരുടെ ചിത്രത്തിനൊപ്പം എൻ്റെ ചിത്രവും സ്ഥാപിച്ച് എനിക്ക് ചരിത്രത്തിൽ ഇടം പിടിക്കാം. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ദുഃഖകരമാണ്. We do not know when God will think fit to summon us. ദൈവം എപ്പോഴാണ് നമ്മെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ എപ്പോഴാണ് മരണപ്പെടുന്നതെന്ന് അറിയില്ല. ബട്ട് അവർ പോർട്രൈറ്റ് ഷുഡ് ബി പെയിന്റഡ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? എൻ്റെ ചിത്രം ആര്? കോർട്ട് പെയിന്റർ ആയിട്ടുള്ള ടില്ല് വരയ്ക്കട്ടെ എന്ന് ആര് പറഞ്ഞു? ആർച്ച് ഡ്യൂക്ക് പറയുകയുണ്ടായി.
Till quickly replied, "Your lordship's slightest wish is to me command." ടില്ല് പെട്ടെന്ന് മറുപടി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അങ്ങയുടെ ചെറിയ നേരിയ തോതിലുള്ള സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ചെറിയ തോതിലുള്ള ആഗ്രഹം പോലും എനിക്കുള്ള ആജ്ഞയാണ്. All the same, I do feel rather unhappy about painting your lordships all by yourself. അങ്ങയുടെ മാത്രം ചിത്രം വരയ്ക്കുന്നതിൽ ഞാൻ അൺഹാപ്പിയാണ്, എനിക്ക് സന്തോഷമില്ല. അപ്പോൾ രാജാവിൻ്റെ മാത്രം ചിത്രം വരയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ല. കാരണം ഈസ് ഇറ്റ് നോട്ട് ടെറിബിൾ ടു തിങ്ക് ഓഫ് യുവർ ലോർഡ്ഷിപ്പ് ബീങ് ലോൺലി ഫോർ എവർ ആൻഡ് എവർ. എന്നെന്നും അങ്ങ് ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങേക്ക് ഭയം തോന്നുന്നില്ലേ? Don't you think, ladies and gentlemen, that His Highness should be accompanied at least by Her Highness, her ladies, the noble generals and the captains who adorn this court? അപ്പം നിങ്ങളും ചിന്തിക്കുന്നില്ലേ? മറ്റുള്ളവരുടെ അടുത്ത് ടില്ല് ചോദിക്കുന്നതാണ്, നിങ്ങളും ചിന്തിക്കുന്നില്ലേ രാജാവിനോടൊപ്പം രാജ്ഞിയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും അവിടെയുള്ള ക്യാപ്റ്റനും ആ കൊട്ടാരത്തെ അലങ്കരിക്കുന്ന മറ്റുള്ളവരുമെല്ലാം ഉണ്ടാകണമെന്ന് നിങ്ങളും ചിന്തിക്കുന്നില്ലേ? എ കോർട്ട് ലൈക്ക് ദിസ് ഹാസ് ഫ്യൂ റിവൽസ് ഇൻ സ്പ്ലെൻഡർ, ലവ്ലിനെസ് ആൻഡ് ഷിവർലി. അപ്പൊ എന്താണ്? ഇതുപോലെ മനോഹരമായിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കറേജിയസ് ആയിട്ടുള്ള, മറ്റാർക്കും അല്ലെങ്കിൽ ഒരു ശത്രുതയൊന്നും ഇല്ലാത്ത തരത്തിലുള്ള കൊട്ടാരങ്ങൾ വളരെ കുറവായിരിക്കും. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സച്ച് വാല്യൂർ ആൻഡ് ബ്യൂട്ടി ഐ വിൽ മേക്ക് മൈ ലോർഡ് ആൻഡ് ലേഡി ഷൈൻ ഫോർത്ത് ലൈക്ക് ദ മൂൺ സറൗണ്ടഡ് ബൈ ലാന്റേൺസ്. അപ്പോൾ റാന്തൽ വിളക്കുകൾക്കിടയിൽ ചന്ദ്രനെ പോലെ തിളങ്ങുന്നവരായിട്ട് ഞാൻ രാജാവിനെയും രാജ്ഞിയെയും ചിത്രീകരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊട്ടാരത്തിലുള്ള മറ്റുള്ളവർക്കിടയിൽ ചന്ദ്രനെ പോലെ തിളങ്ങുന്നവരായിട്ട് രാജാവിനെയും രാജ്ഞിയെയും ആര് വരയ്ക്കുമെന്നാണ് പറയുന്നത്? നമ്മുടെ ടില്ല് വരയ്ക്കുമെന്നാണ് പറയുന്നത്. ദി ആർച്ച് ഡ്യൂക്ക് തോട്ട് ദാറ്റ് ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ. ഇത് നല്ലൊരു ആശയമാണ് എന്ന് ആർച്ച് ഡ്യൂക്ക് ചിന്തിച്ചു. വെൽ മൈ ഫ്രണ്ട്, യുവർ പെയിന്റിംഗ് വിൽ ബി ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. സുഹൃത്തെ, നിങ്ങളുടെ പെയിന്റിംഗ് എന്ന് പറയുന്നത് മികച്ച ഒരു സൃഷ്ടി തന്നെ ആയിരിക്കും. വാട്ട് റിവാർഡ് ഡു യു എക്സ്പെക്ട് ഫോർ ഇറ്റ്? ഇതിന് എന്ത് പ്രതിഫലമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അപ്പൊ അതിന് ടില്ല് പറയുന്ന മറുപടി എന്താണ്? 100 pieces ഓഫ് ഗോൾഡ്, 100 സ്വർണ്ണ നാണയങ്ങൾ. യു ക്യാൻ പേ മീ നൗ ഓർ ലേറ്റർ ജസ്റ്റ് ആസ് യു പ്ലീസ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇപ്പോൾ നൽകാം, അല്ലെങ്കിൽ അങ്ങ് എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് അപ്പോൾ നൽകാം. ഹിയർ ആർ ദ 100 pieces ഓഫ് ഗോൾഡ് ഇൻ അഡ്വാൻസ്, said the archduke, give him the gold. അപ്പൊ ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്തു? അഡ്വാൻസ് ആയിട്ട് 100 സ്വർണ്ണ നാണയങ്ങൾ ചിത്രം വരയ്ക്കുന്നതിന് ആർക്ക് നൽകി? നമ്മുടെ ടില്ലിന് നൽകുകയുണ്ടായി.